ഇനി ഞാൻ ഒരു കവിത പറയാൻ പോവാണ്. എല്ലാ കുഞ്ഞുമക്കളും അത് ഏറ്റു പറയുന്നു. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്. പറഞ്ഞോക്കെ പടക്കം പറയണം. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളും പറഞ്ഞിട്ടില്ല. പടക്കം പറയണം. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്. കൈതപ്പൊത്തയിൽ വെച്ചിട്ടുണ്ട്. അപ്പം തന്നാൽ ഇപ്പം പാടാം, ചക്കര തന്നാൽ പിന്നെ പാടാം. അതിങ്ങനെയാണ് ചൊല്ലേണ്ടത്. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്. കൈതപ്പൊത്തയിൽ വെച്ചിട്ടുണ്ട്. അപ്പം തന്നാൽ ഇപ്പം പാടാം, ചക്കര തന്നാൽ പിന്നെ പാടാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ കവിത. ഈ കവിത എനിക്ക് പറയുന്നത് കുഞ്ഞുണ്ണി മാഷുള്ള കവിയാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടവരെ എല്ലാ കുട്ടികളും കൈയടിച്ച് കൈയടിച്ച്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ബഹുമാനമുള്ള നമ്മുടെ സ്കൂളിൽ നിന്ന് ഇന്ന് വേദിക്കുന്ന ടീച്ചർക്ക് വേണ്ടി നമ്മൾ വേറൊരു കൊച്ചു കവിത പോകാം. ആ കവിത എസ് കെ പൊറ്റക്കാട്ട് നിങ്ങൾ പോലെ കുട്ടിയായിരുന്ന സമയത്ത് ചൊല്ലി നടന്ന ഒരു കവിതയാണ്. അതിങ്ങനെയാണ്. ആലങ്കാട്ട് പറഞ്ഞ കുട്ടികളെ, ആലങ്കാട്ട് ഏലങ്കാട്ട് ഏരിക്കുട്ടി അമ്പത്തെട്ട് കോലക്കെട്ട് എണ്ണിക്കെട്ടി. നിങ്ങളെപ്പോലെ എസ് കെ പൊറ്റക്കാട്ട് കുട്ടിയായിരുന്ന സമയത്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ അന്ന് ഇതുപോലെയുള്ള സ്കൂൾ ബസ്സൊന്നുമില്ല, നടന്നു വേണം പോകാൻ. നടക്കുന്ന സമയത്ത് നടത്തിയുടെ ക്ഷീണം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പാടി നടന്നതാണ്. ആലങ്കാട്ട് ഏലങ്ങാട്ട് ഏലിക്കുട്ടി അമ്പത്തെട്ട് ഓലക്കെട്ട് എണ്ണിക്കെട്ടി. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് കുറച്ചു ദൂരം നടക്കുന്ന സമയത്ത് സ്കൂളിൽ ബെല്ലടിക്കും. അപ്പോൾ വളരെ വേഗം പോകണം. അപ്പോൾ ഇങ്ങനെ പറയുവാനത്രേ, ആലങ്ങാട്ട് ഏലങ്ങാട്ട് ഏലിക്കുട്ടി പറഞ്ഞത്. ആലങ്ങാട്ട് ഏലങ്ങാട്ട് ഏലിക്കുട്ടി അമ്പത്തെട്ടോലക്കെട്ടി കെട്ടി. ആലങ്ങാട്ട് ഏലങ്ങാട്ട് ഏലിക്കുട്ടി അമ്പത്തെട്ടോലക്കെട്ടി കെട്ടി. ഇതുപോലെ തന്നെ ഓയിലി കുട്ടിയായിരുന്ന സമയത്ത് കാണാൻ പഠിച്ച ഒരു കവിതയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ചെയ്യുന്നത്. തൊണ്ടട് പറഞ്ഞോക്കെ, തൊണ്ടട് മടലട് തൊണ്ടട് മടലട് കൊത്തിങ്ങിട് കൊയ്യാലങ്ങട്. തൊണ്ടട് മടലട് തൊണ്ടട് മടലട് പറഞ്ഞോക്കെ, തൊണ്ടട് മടലട് തൊണ്ടട് മടലട് കൊത്തിങ്ങട് കൊയ്യാലങ്ങട്. തൊണ്ടട് മടലട് തൊണ്ടട് മടലട് കൊത്തിങ്ങട് കൊയ്യാലങ്ങട്. ഇനി കുഞ്ഞുണ്ണി മാഷ് ഈ കേരളത്തിലുള്ള അക്കാലത്ത് ജീവിച്ചിരുന്ന എല്ലാ കുഞ്ഞു മക്കളെയും ചൊല്ലി പഠിപ്പിച്ച ഒരു കവിതയെ എഴുതാൻ പോലെ പൂച്ചയെ കുറിച്ചുള്ള കവിത. പൂച്ച നല്ല പൂച്ച. അറിയാവുന്ന കവിത എന്ന് പറയണം. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഇതൊക്കെയാണ് കുഞ്ഞുമക്കളോട് എനിക്ക് പറയുവാനുള്ളത്. വലിയവരോട് പറയാനുള്ളത് നിങ്ങളെന്നെ കണ്ടത് എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട്. ബഹുമാനം എന്ന് പറയുന്നത് നിങ്ങളൊരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് അയച്ചു വരുന്നതാണ്. അതാണ് എനിക്ക് നിങ്ങളോടുള്ള ഏറ്റവും വലിയ ബഹുമാനം. ഞാൻ എങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചവരാണ്. എൻ്റെ മകനെ ഞാൻ ചേർത്തത് ഇതുപോലെയുള്ള സ്കൂളിൽ. അയാളുടെ കുട്ടികളെ ചേർത്തിട്ട് ഇതുപോലെയുള്ള സ്കൂളിൽ. അതുകൊണ്ട് ഞങ്ങൾ ആരും തന്നെ മോശപ്പെട്ട മനുഷ്യരായിട്ട് മാറിയിട്ടേ ഇല്ല.
അതായത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ മെച്ചപ്പെട്ട നിലയിലാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. PTA ശ്രദ്ധയുണ്ട്, പഞ്ചായത്ത് കമ്മിറ്റികളുടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശ്രദ്ധയുണ്ട്, അധ്യാപകരുടെ ശ്രദ്ധയുണ്ട്, സർക്കാരിൻ്റെ ശ്രദ്ധയുണ്ട്. എല്ലാം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. കുറച്ചുകൂടി ശ്രദ്ധ പൊതുസമൂഹത്തിന് ഇത്തരം വിദ്യാലയങ്ങളിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ആരാധനാലയങ്ങളുണ്ടോ അല്ലെങ്കിൽ ലൈബ്രറികളുണ്ടോ ഒക്കെ കാര്യ വിഷയം നോക്കിയാൽ നമ്മുടെ ലൈബ്രറികളും നമ്മുടെ സ്കൂൾ, സർക്കാർ സ്കൂളുകളൊക്കെ ഈ അടുത്തുണ്ടായി വരുന്ന മതസ്ഥാപനങ്ങളെ അപേക്ഷിച്ച് എത്രയോ മോശപ്പെട്ട നിലയിലാണ് എന്നാലോചിച്ചത്. അതായത് വളരെ പെട്ടെന്നാണ് നമ്മൾ ഒരു അന്നകാലത്തെ പണം വേണമെന്ന് പറഞ്ഞാൽ എല്ലാവരും പൈസ നോക്കുമല്ലോ. 25,000 രൂപയോ 30,000 രൂപയോ 5,000 രൂപയോ എത്ര രൂപകളായാലും നിങ്ങൾ കൊടുക്കും. പക്ഷേ PTA അല്പം പൈസ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാനുള്ള മനസ്സുകൂടി ഉണ്ടാകുന്നതിൽ മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾ മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്തുകയാണെങ്കിൽ ശബ്ദരഹിതമായ നിയന്ത്രിത ശബ്ദമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു അന്തരീക്ഷം ഈ പരീക്ഷാക്കാലത്ത് ഉണ്ടാക്കി തരുത്തുക എന്നുള്ളൊരു ഭാഷയിലാണ് കേരളത്തിലെ എല്ലാ മതസ്ഥാപനങ്ങളും. അതുകൊണ്ട് വളരെ വിനയത്തോടെ ഈ മതസ്ഥാപനങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു വലിയ അപേക്ഷ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ മൈക്കിൻ്റെ ശബ്ദം കുറയ്ക്കണം. ഈ കുഞ്ഞുങ്ങളുടെ പരീക്ഷ കഴിയുന്നവരെങ്കിലും ഈ മൈക്കിൻ്റെ ശബ്ദം കുറയ്ക്കണം. അതിന് രക്ഷകർത്താക്കളുടെ സഹകരിക്കണം, എല്ലാവരും സഹകരിക്കണം, രാഷ്ട്രീയക്കാർ സഹകരിക്കണം, എല്ലാ മുതിർന്ന ആളുകളും സഹകരിക്കണം, പോലീസുകാർ സഹകരിക്കണം. എന്ന് മാത്രമേ നമുക്ക് നിയന്ത്രിത ശബ്ദമുള്ള സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇതിൽ കൂടി എല്ലാവർക്കും നല്ല ജീവിതം സ്കൂളിൽ ഒരു നീക്കി കൂടി ഉണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പോകുന്നതിനുള്ള അനുവാദം. സംസാരിക്കുന്നതിന് ആദരപൂർവ്വം ക്ഷണിക്കുക. എല്ലാവർക്കും വിനീത നമസ്കാരം. ബഹുമാനപ്പെട്ട നമ്മുടെ യോഗ അധ്യക്ഷൻ ശ്രീ കിരൺ അവറുകൾ, നമ്മുടെ ഇന്നത്തെ വാർഷിക ഉത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ ഇളമാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ കാളിയോട് ജേക്കബ് അവറുകൾ, സ്വാഗതം ആശംസിച്ച HM ശ്രീമതി മിനി വർഗീസ് അവറുകൾ, റിപ്പോർട്ട് അവതരിപ്പിച്ച ടീച്ചർ ശ്രീലത കെ, ഇന്നത്തെ വിശിഷ്ട അതിഥിയായ ശ്രീ കുരുവിപ്പഴ സാർ, വേദിയിലിരിക്കുന്ന മറ്റെല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, സ്നേഹനിധികളായ നാട്ടുകാർക്കും, പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും, എൻ്റെ മക്കൾക്കും ഞാൻ നമസ്കാരം പറഞ്ഞുകൊണ്ട്, ഞാനും ഒരു സ്കൂളിലെ LP സ്കൂളിലെ അധ്യാപികയാണ്, ചടയമംഗലം സബ് ജില്ലയിലെ. അതുകൊണ്ട് തന്നെ എന്നോട് ആരെങ്കിലും ഏറ്റവും സൗന്ദര്യമുള്ള വസ്തു ഏതെന്ന് ചോദിച്ചാൽ ഉറപ്പായും ഞാൻ പറയും കുട്ടികളാണ് ഏറ്റവും സൗന്ദര്യമുള്ള വസ്തുക്കൾ. അതിലൊരു സംശയവുമില്ല. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ വസ്തുക്കൾ നമ്മുടെ കുട്ടികൾ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ കുട്ടികൾക്കെല്ലാം ഒരുപാട് കഴിവുകളുള്ള, ഒരുപാട് പ്രത്യേകതകളുള്ളതാണ് നമ്മുടെ ഓരോ കുട്ടിയും. ഒരു കുട്ടിയിലും ഒരു കഴിവില്ലാത്ത ഒരു കുട്ടിയെ പോലും നമുക്ക് കാണാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊന്ന് സങ്കല്പിക്കുക, നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ ഈ സമൂഹം, ഈ തേവന്നൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം ഒരു പൂന്തോട്ടമാണെന്ന് വിചാരിക്കുക. ആ പൂന്തോട്ടത്തിൽ പല നിറത്തിലുള്ള പുഷ്പങ്ങളുണ്ടാവും. മണമുള്ള പുഷ്പമുണ്ടാവും, മണമില്ലാത്ത പുഷ്പങ്ങളുണ്ടാവും, ഇതളുകൾ കൂടുതലുള്ളതുണ്ടാവും, ഇതളുകൾ കുറഞ്ഞതുണ്ടാകും, പൂ പിടിക്കാത്ത ഇലച്ചെടികൾ ഉണ്ടാവും. പക്ഷെ ഓരോ ആ പൂന്തോട്ടത്തിന് സൗന്ദര്യം കൊടുക്കുന്നത് ആ ഒരു പൂവല്ല, ആ ഒരു പൂക്കളുടെ കൂട്ടമാണ്. പലതരം ചേരുമ്പോഴാണ് പല പ്രത്യേകതയുള്ള വസ്തുക്കൾ, പല കഴിവുള്ള വസ്തുക്കൾ, പല സൗന്ദര്യമുള്ള
പൂന്തോട്ടം ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു പൂന്തോട്ടത്തിൽ നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ അവിടെ ഓരോരുത്തർക്കും ഓരോ ഓപ്ഷനാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടതല്ല ഞാൻ വേറൊരാളെ എടുക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ സൗന്ദര്യത്തെ കാണുന്നത് ഒരു മനുഷ്യന്റെ മനോവികാരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഉദാഹരണം പറയാൻ നമ്മുടെ കുട്ടികളും അതുപോലെയാണ്. ഇപ്പൊ പഠിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയെക്കാളും നൃത്തത്തിന് താല്പര്യമുള്ള കുട്ടിയായിരിക്കും. ചിലപ്പോ പാട്ട് പാടാൻ കഴിവുള്ള കുട്ടിയായിരിക്കും. ഇതൊന്നും ചിത്രം വരയ്ക്കാൻ കഴിവുള്ള കുട്ടിയായിരിക്കും. എന്താണോ നമ്മുടെ കുട്ടിയുടെ കഴിവ് അത് കണ്ടെത്തുന്നതിന് അധ്യാപികയോടൊപ്പം തന്നെ രക്ഷിതാക്കളും കൂടെ നിൽക്കണം. വളരെ ശ്രദ്ധയോടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടിയുടെ ഭാവിയെ ബാധിക്കുന്ന പലതരം പ്രശ്നങ്ങളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ വളരെ താല്പര്യത്തോടെ വളരെ കാര്യക്ഷമമായി തന്നെ നിങ്ങൾ ഇടപെടണം. അധ്യാപകരോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് വീണ്ടും അപേക്ഷിക്കുകയാണ്. അധ്യാപകരോടൊപ്പം രക്ഷിതാവും കൈകോർത്ത് നിന്ന് നമ്മുടെ കുട്ടിയുടെ ഉന്നമനത്തിന് വേണ്ടി അതുപോലെ നമ്മുടെ നല്ലൊരു സമൂഹം വാർത്തെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരെയും പ്രവർത്തിക്കണം എന്നൊരു അപേക്ഷയോടുകൂടി ഇനി എന്റെ കുഞ്ഞു മക്കളോടാണ്. ഒരുപാട് സമയമൊന്നുമില്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലായിട്ടിരിക്കുകയാണ് ഡാൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വലിയ പ്രസംഗത്തിന്റെ പ്രസക്തി ഇല്ലെന്ന് തന്നെ അറിയാം. അപ്പൊ മക്കളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം പറഞ്ഞേ. ടീച്ചറിനോട് സംസാരിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവരും കൈ കെട്ടിയിരുന്നേ. എല്ലാവരും ഞാൻ നോക്കട്ടെ. ഏറ്റവും നല്ല മിടുക്കലെന്ന് നോക്കട്ടെ. ഞാൻ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയോ? എങ്ങനെ പറയും? എനിക്കല്ലേ മൈക്കുള്ളൂ, നിങ്ങൾക്ക് മൈക്കില്ലല്ലോ. പിന്നെ എങ്ങനെ കേൾക്കും ഞാൻ? ഉറക്കെ പറയണം. എങ്ങനെ പറയും നമ്മള്? ഉറക്കെ പറയണം. എങ്ങനെ പറയും? എല്ലാരും കൈകെട്ടിയിരിക്കുവാണോ? എല്ലാരും കാലൊക്കെ നല്ലോണം വെച്ച് അടങ്ങിയിരിക്കുവാണോ? ഉറപ്പ്. നല്ല കുട്ടികളാണ് കേട്ടോ. നല്ല കാണാൻ നല്ല സുന്ദരികളാണ്, സുന്ദരന്മാരാണ്, മിടുക്കരാണ്. ഓക്കെ. നിങ്ങളെല്ലാരും മൊബൈല് ഭയങ്കര കളിയായിരിക്കും അല്ലേ? ആണോ? അല്ല, നിങ്ങളൊരു അടുത്ത കുട്ടികളാണ്, നല്ല കുട്ടികളാണ്. നിങ്ങൾ വൈകുന്നേരത്ത് സന്ധ്യാസമയത്ത് നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് ഇറങ്ങിയിട്ടുണ്ടോ? ഇറങ്ങിയിട്ടുണ്ടോ? എന്ത് പ്രത്യേകതയാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് ഇറങ്ങപ്പോ? ആ സൂര്യാസ്തമിക്കാൻ പോവും. പിന്നീട് എടുക്കൻ പിന്നെ ചന്ദ്രൻ വരും. പക്ഷെ അവിടെ ചന്ദ്രൻ വരുമെന്ന് പറഞ്ഞ ഒരു സ്നേഹം തോന്നി. നമ്മുടെ സ്നേഹത്തോടെ വിളിക്കും. എന്ത് വിളിക്കും? ആ, അമ്പിളി മാമൻ എന്ന് വിളിക്കും. നമ്മുടെ എല്ലാവരുടെയും മാമനല്ലേ? നമ്മൾ എങ്ങനെയാ വിളിക്കുന്നത്? അമ്പിളി മാമൻ. അമ്പിളി മാമന് ഇഷ്ടമാണ്. നല്ല ഭംഗിയല്ലേ കാണാൻ? നിങ്ങളെ പോലെയാ. ഇപ്പൊ ഇങ്ങനെ ഇരിക്കും. കുറച്ച് സമയം ആകൃതി വ്യത്യാസം വരും. ചിലപ്പോ തലമുടിയൊക്കെ ഇങ്ങനെ പ്രതികരൊക്കെ നടക്കും. ചിലപ്പോ കറുപ്പൊക്കെ മുഖത്ത് തേച്ച് നടക്കും. പല രൂപമാണ് അല്ലേ? പക്ഷെ എങ്കിലും നമുക്ക് എല്ലാവർക്കും ആരെ ഇഷ്ടം? ആരെ ഇഷ്ടം? അമ്പിളി മാമൻ. അമ്പിളി മാമൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? നമുക്കിപ്പോ ടീച്ചർ കൊണ്ടുവരട്ടെ. നിങ്ങളുടെ വാർഷിക പരിപാടിയിലേക്ക് അമ്പിളി മാമനെ നമുക്ക് വിളിച്ചാലോ? വിളിക്കോ? ടീച്ചർ വിളിച്ചാൽ വരത്തില്ല, പക്ഷെ നിങ്ങൾ വിളിച്ചാൽ വരും. പക്ഷെ ഞാൻ പറയുന്നത് പോലെ വിളിക്കണം. സമ്മതിച്ചോ? എല്ലാരും വിളിക്കോ? ഉറപ്പാണേ? വിളിക്കുമ്പോ നമ്മള് ദേഷ്യപ്പെട്ടാണോ വിളിക്കുന്നത്? സ്നേഹത്തോടെ വിളിക്കണം. ചുമ്മാതെ വിളിച്ചാൽ വരുമോ? ഓഫർ കൊടുക്കണം അല്ലേ? ഇന്നത് തരാം, ഇന്നത് തരാം, ഇന്നത് തരാന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അമ്പിളി മാമൻ വരും. പറ്റട്ടെ ടീച്ചറ്? ഓക്കെ. ടീച്ചറിന് തൊണ്ടമായി, അതുകൊണ്ട് എന്റെ സൗണ്ട് കേട്ടോ പറ്റില്ല. നിങ്ങൾ ഈടൊക്കെ പാടണം. അപ്പൊ ഉറപ്പായിട്ട് വരും. സമ്മതിച്ചേ? റെഡി ആണോ? അപ്പൊ റെഡി. 1, 2, 3. ഓക്കെ. അമ്പിളി മാമ വന്നാട്ടെ. കൈകെട്ടിയിരിക്കല്ലേ? അമ്പിളി മാമനെ നമ്മൾ എങ്ങനെയാ വിളിക്കുന്നത്? ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്.
അമ്പിളി മാമ വന്നാട്ടെ ആനപ്പുറത്തൊന്നിരുന്നാട്ടെ അമ്പിളി മാമ വന്നാട്ടെ ആനപ്പുറത്തൊന്നിരുന്നാട്ടെ ഇലവട്ടത്തിൽ ചോറു തരാം ഈന്തപ്പഴവും കൂട്ടിത്തരാം അമ്പിളി മാമ വന്നാട്ടെ ആനപ്പുറത്തൊന്നിരുന്നാട്ടെ ഇലവട്ടത്തിൽ ചോറു തരാം ഈന്തപ്പഴവും കൂട്ടിത്തരാം ചോറുണ്ട് കഴിഞ്ഞ ക്ഷീണം കാണും അല്ലേ? അതിന് നമ്മൾ എന്ത് അവസരം കൊടുക്കണം ഉറങ്ങാൻ? ഉച്ച ഉറക്കം കഴിഞ്ഞിട്ട് ഊഞ്ഞാലാടി രസിച്ചിടാം അമ്പിളി മാമ വന്നാട്ടെ ആനപ്പുറത്തൊന്നിരുന്നാട്ടെ ഇലവട്ടത്തിൽ ചോറു തരാം ഈന്തപ്പഴവും കൂട്ടിത്തരാം ഉച്ച ഉറക്കം കഴിഞ്ഞിട്ട് ഊഞ്ഞാലാടി രസിച്ചിടാം എത്ര പറഞ്ഞിട്ട് വന്നോ? വന്നില്ലല്ലേ? കൃഷിയെ പോലെ ഇരിപ്പാണോ? എന്തേ ഒന്നും മിണ്ടാത്തേ? ഇറങ്ങി വരാൻ പറ്റാത്തോണ്ടായിരിക്കും അല്ലേ? ഏണി ചാരി തന്നാലോ? ഏണി ചാരി തന്നാലോ? ഐക്യമോടെ വിളിച്ചാലോ? ഒത്തു പിടിച്ചു വലിച്ചാലോ? ഓടി അടുത്തു വരില്ലേ നീ? ഔദാര്യം നീ കാട്ടിടുമോ? അമ്പുജരൂപ വന്നാട്ടെ ആകമടിയിലിരുന്നാട്ടെ. നമുക്ക് എല്ലാവരും കൊണ്ട് എഴുന്നേറ്റൊന്ന് വിളിച്ചാലോ? ഓക്കെ, ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും ഒന്ന് ഉഷാറാവട്ടെ. ഇനി ഒന്ന് പാടാം. ഓക്കെ, അമ്പിളിയെ കൊണ്ടുവരട്ടെ. ഓക്കെ, അമ്പിളി മാമ വന്നാട്ടെ ആനപ്പുറത്തൊന്നിരുന്നാട്ടെ ഇലവട്ടത്തിൽ ചോറു തരാം ഈന്തപ്പഴവും കൂട്ടിത്തരാം ഉച്ച ഉറക്കം കഴിഞ്ഞിട്ട് ഊഞ്ഞാലാടി രസിച്ചിടാം കൃഷിയെ പോലെ ഇരിപ്പാണോ? എന്തേ ഒന്നും മിണ്ടാത്തേ? ഏണി ചാരി തന്നാലോ? ഐക്യമോടെ വിളിച്ചാലോ? ഒത്തു പിടിച്ചു വലിച്ചാലോ? ഓടി അടുത്തു വരില്ലേ നീ? ഔദാര്യം നീ കാട്ടിടുമോ? അമ്പുജരൂപ വന്നാട്ടെ ആകമടിയിലിരുന്നാട്ടെ. എല്ലാവരും നോക്കിയാ വന്നാണ്. ഉറപ്പായിട്ടേക്ക് വരും. എപ്പോഴാ വരുന്നേ? വൈകിട്ടല്ലേ? ടീച്ചറിനോട് പറയണേ, ഇന്ന് വരും. ഓക്കെ, സിഡാം. ഇഷ്ടപ്പെട്ടോ പാട്ട് എല്ലാവർക്കും? ഉറപ്പാണ്. എങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കട്ടെ? ഉത്തരം പറയോ? മക്കൾ ഉത്തരം പറയോ? ഉറപ്പാണ്. പത്തിരി ചുട്ടത് പാട്ടുമ്മ, പത്തിരി ചുട്ടത് ദേവന്നൂർ ഗവൺമെൻറ് LP സ്കൂളിൻ്റെ വാർഷിക ആഘോഷത്തിൻ്റെ സമാപന പൊതുസമ്മേളന തത്സമയ പരിപാടി
ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. തട്ടിയെടുത്തത് കാക്കമ്മ